കശുവണ്ടി മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. പാക്കേജിനായുള്ള വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിനോട് കേന്ദ്ര സർക്കാർ യോജിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കശുവണ്ടി മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാക്കേജിനായുള്ള വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ കശുവണ്ടി മേഖല അസ്തമിച്ച നിലയിലായിരുന്നു. 2 മാസക്കാലം കൊണ്ട് അതിന്റെ പഠനങ്ങൾ നടത്തി. NK പ്രേമചന്ദ്രൻ എംപിക്കൊപ്പം ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടു. പാക്കേജിനായുള്ള വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് തന്നെ ചില പാക്കേജും വൺ ടൈം സെറ്റിൽമെന്റ് സ്കീമൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ പല സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ കാരണം അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിച്ചില്ല. കുറച്ചുപേരൊക്കെ അത് വിനിയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരുപാട് തടസ്സങ്ങൾ, നൂലാമാലകൾ പെട്ട് അത് മുന്നോട്ട് പോകും. ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ SLBC കൂടുകയാണ്. ആ കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ 2025 അവസാനിച്ച ആ വൺ ടൈം സെറ്റിൽമെന്റ് സ്കീം 1 വർഷവും കൂടെ ഇന്ന് മുതലുള്ള 1 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ജിയോ പുറപ്പെടുവിക്കുന്നതായി. മാത്രവുമല്ല, വ്യവസായികളും ബാങ്കുകളും ഇത് ഫലപ്രദമായി നടപ്പിലാക്കാൻ നേരിട്ട തടസ്സങ്ങൾ എല്ലാം അക്കമിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അതിനൊരു സബ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതിൻ്റെ ഭാഗത്തിനാണ് തടസ്സങ്ങളുണ്ടായത്. അതിൻ്റെ SOP തയ്യാറാക്കുന്നതിന് SLBCയുടെ കൺവീനറും വ്യവസായ വകുപ്പ് സെക്രട്ടറി, കാഷ്യൂ ബോർഡിന്റെ CMD ആയ ഉണ്ണികൃഷ്ണൻ ചേർന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചർച്ച നടത്തി. അത് ഇതുവരെ നേരിട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന തീരുമാനം. കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. എന്നാൽ കേന്ദ്രം അതിനോട് യോജിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വനാതിർത്തികൾ പങ്കിടുന്ന പഞ്ചായത്ത് പ്രതിനിധികളുമായി നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. പലപ്പോഴായി കർഷകരെ സംബന്ധിച്ച് നമുക്ക് കർഷകർക്ക് വനാതിർത്തിയിലുള്ള പ്ലാവ് വെട്ടിക്കളയണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്നത് സംഘർഷത്തിനിടയാണ്. അത് ചെറുതാണെങ്കിൽ ഒരു വരുമാനം. പിന്നെ അത് ഒരു പരീക്ഷണാർത്ഥം ഈ അടുത്ത ചക്ക സീസൺ വരുമ്പോൾ പൈലറ്റ് പോലെ നമ്മൾ ചില പ്രദേശങ്ങൾ, രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങൾ അതൊന്ന് പരീക്ഷിച്ചു പോകും. അതിനെന്തേലും ഫലം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് മാത്രം ആന വരാതെ നിൽക്കുമെന്നല്ല പറയുന്നത്. അതിന്റെ പല ഘടകങ്ങൾ ഒന്നായി കണ്ടുകൊണ്ട് അത് നമ്മൾ പരീക്ഷിച്ചു നോക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.